അടിപൊളി പടാ. ധനുഷിന്റെ ഒക്കെ ഇറങ്ങിയിൽ വെച്ചിട്ട് ഇപ്പൊ അടുത്തിറങ്ങിയിൽ വെച്ച് അടിപൊളി പടാ. അത് എല്ലാ രീതിക്ക് അടിപൊളിയാ. ഇമോഷണൽ ആയാലും എല്ലാ രീതിക്ക് അടിപൊളിയാ പടം. ഫുഡ് റിലേറ്റഡ് ഭയങ്കരമായിട്ടില്ല, എന്നാലും നന്നായിട്ട് ഇമോഷണലി ഫീൽ ഗുഡ് ഉള്ള ഒരു പടാ. കണക്ട് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും கண்டிப்பாக இப்போ டிஸ்ட்ரிக்ட்ல ஆஃபர் வேற போயிட்டு இருக்கு. அது வேணா டிக்கெட் பை ஒன் கெட் ஒன், அது வேணா வந்து பாருங்க. படம் சூப்பரா இருக்கு, பார்த்தீங்கன்னா உங்களுக்கு எல்லாம் പിടിക്കും. നന്മമരം കൂടിപ്പോയെന്നൊരു ഡൗട്ടേ ഉള്ളൂ. നല്ല പടമാണ്. ധനുഷ് നല്ലപോലെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർവെൽ കഴിഞ്ഞ് നല്ലപോലെ ഇന്റർവെൽ വരെ ഒരു ചെറിയൊരു ഇതായിരുന്നു, പക്ഷേ ഇന്റർവെൽ കഴിഞ്ഞ് പടം നന്നാക്കി എടുത്തിട്ടുണ്ട്. ധനുഷ് നന്നാക്കി എടുത്തിട്ടുണ്ട്. അരുൺ വിജയ് അടിപൊളിയായിട്ടുണ്ട്. അരുൺ വിജയ് നല്ല റോൾ ചെയ്തിരിക്കുന്നത്, പുള്ളി നന്നായിട്ടുണ്ട്. നിത്യാമേനൻ എല്ലാവരും നല്ല ഒരു ഫീൽ ഗുഡ് മൂവി, നല്ലൊരു ഫീൽ ഗുഡ് മൂവി. കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഇന്റർവെൽ വരെ എനിക്ക് ഇച്ചിരി നന്മമരം കൂടിപ്പോയെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്റർവെൽ കഴിഞ്ഞ് ധനുഷ് നന്നാക്കി ക്ലൈമാക്സ് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇമോഷണൽ ഡയറക്ഷനാണ്, എല്ലാം കൊണ്ടും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അത് ആ ലെവലിൽ കാണണം നമ്മൾ. ആ ഒരു അത് വിചാരിച്ചിട്ടേ നമ്മൾ കാണാവൂ. അപ്പോൾ ആ ഒരു തരത്തിൽ കാണുകയാണെങ്കിൽ നല്ല അടിപൊളി നല്ല രസമുള്ളൊരു മൂവിയാണ്. ഡയറക്ഷൻ ലെവൽ കുഴപ്പമില്ല. ആ ഒരു സ്റ്റോറിക്ക് നല്ല അടിപൊളിയായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. നല്ല ആക്ടിങ്ങുമാണ്, എല്ലാം കൊണ്ടും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് തന്നെ ധനുഷിന്റെ പടം നന്നായിട്ടുണ്ട്. രാജകീയന്റെ ആക്ഷൻസ് നന്നായിട്ടുണ്ട്. നല്ല ഒരു ഫാമിലി സ്റ്റോറി പോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാം. നന്നായിട്ട് നല്ല പടം. പിന്നെ നല്ല ധനുഷിന്റെ നല്ലൊരു സിനിമ. എല്ലാ സിനിമയും നല്ല ധനുഷിന്റെ ഇത് അടിപൊളി സിനിമയായിരുന്നു. കണ്ടൊക്കെ നല്ല. പിന്നെ ആ ഹോട്ടലിലൊക്കെ ഉണ്ടാവുന്ന സീനൊക്കെ അല്ലേ പാർത്തിക്കും പറയുന്നത്, അതൊക്കെ നന്നായിട്ട്. എല്ലാം മൊത്തത്തിൽ സിനിമ നല്ല. പിന്നെ ധനുഷിന്റെ നാടാണല്ലോ കുറച്ചൊക്കെ. പരിധിയുള്ള കണ്ടുപോലെ ഹൃദയസ്പർശിയായ ഫിലിമാണ്. മലയാളത്തിൽ ഇങ്ങനെ സിനിമ ഉണ്ടായിട്ട് കുറേ നാളായി. നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബന്ധങ്ങളാണ് കാണിക്കുന്നത്. നല്ല മെസ്സേജ് ഉണ്ട്. സാധാരണ തമിഴ് സിനിമയിൽ വയലൻസ് വയലൻസ് പാടില്ല മെസ്സേജ് കൊടുക്കുന്ന എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സത്യരാജ് ആണെങ്കിൽ എല്ലാവരും. പിന്നെ എടുത്തു വരാവുന്ന തിരുച്ചിത്രമ്പലം പോലെ നല്ലൊരു പെയറിംഗ് ആണ് നിത്യമേനും ധനുഷും. ധനുഷിൻ്റെ സ്ക്രിപ്റ്റ് നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, ആക്ടിങ് നല്ലതാണ്. എല്ലാം കൊണ്ട് നല്ലൊരു ഫിലിം. ഒരു നെഗറ്റീവ് പറയാനുണ്ട്. എന്താണ് പടം നന്നായിട്ട് ഓടും. തിരുച്ചിത്രമ്പലം പോലെ ഒരു ഫിലിം തന്നെയാണ്. ഇവർക്ക് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്.